ഓക്കെ. റിയാക്ടിങ് ടു ക്രീപ്സ് എന്താ ഓഡിയോ നമ്മൾ വീഡിയോ. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് കല്ലപ്പൻ്റെ ഒരു സ്റ്റോക്കറിന്റെ മെസ്സേജസ് റിയാക്ട് ചെയ്യാൻ പോവാണ്. വളരെ ക്രീപ്പിയാണ്. ഡിസ്ക്ലെയിമർ ഇല്ലെന്ന് പറയരുത്. ഞാൻ കുറച്ച് മുകളിലോട്ട് പോട്ടെ. കുറേ മെസ്സേജസ് ഉണ്ട്. ഇതെങ്ങനെ ഇപ്പൊ കാണിക്കാൻ ഞാൻ കണ്ട ഫേസ്ബുക്കിലാണ് ഏട്ടായി. ബാക്കി എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. ഇവിടെയും ബ്ലോക്ക്ഡ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചെടുത്തതാണിത്. ഇത് കാണാൻ കുറച്ച് സമയം എടുത്തതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാനും കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് ധാരാളം ഉണ്ട്. ഞാൻ ഇതുവരെ മെയ്ക്ക് മുകളിലേക്ക് നീക്കി പോലും എത്തിയിട്ടില്ല. ഞാൻ 10 ജൂലൈയിൽ തുടങ്ങാം. ഓക്കെ, ഫുൾ വോളിയത്തിലാണോ? താഴത്തുനിന്ന് പോകണം. ഇത് ഭയങ്കര പഴയതായതുകൊണ്ട് ലോഡായില്ലല്ലോ. എന്നാ താഴോട്ടിട്ടല്ലേ? താഴത്തുനിന്ന് ഒരു കോൺവെർസേഷനാണ് തുടങ്ങുന്നത്. അവിടെ തുടങ്ങിക്കോ. ഇവിടെ തുടങ്ങാം. 1 ഓഗസ്റ്റ്. ആർദ്രക്കുട്ടി സുഖാണോ? എന്താണ് ചോദിക്കും? ഇമോഷണൽ ആണോ? മൂന്നാമത്തെ അല്ലേ ഇപ്പൊ കേട്ടോ. സുഖാണോ പെണ്ണെ? എനിക്കൊന്നും ഇയാൾ എല്ലാ ദിവസവും വെള്ളമടിക്കും, എന്നിട്ട് നിന്റെ ചാറ്റ് എടുക്കും. നിന്നെ അങ്ങ് മിസ് ചെയ്യാ. നിന്നെ കിട്ടാണ്ട് വയ്യ. അപ്പൊ നിന്നോടുള്ള ചാറ്റ് പുള്ളി ഒറ്റയ്ക്ക് സംസാരിക്കും. ബർത്ത്ഡേക്ക് സ്റ്റോറി ഇട്ടപ്പോ is this love boyfriend ആണോ tell me ഇപ്പൊ പറയൂ നീ. എന്നിട്ട് വേണം അവനെ കൊല്ലാൻ എനിക്ക്. എന്നിട്ട് ആർത്തി ഒഴിച്ചു വരണം ചെന്ന് അതേത് പറഞ്ഞു. എന്നിട്ട് അയാൾ വന്ന് വേസ്റ്റിംഗ് മൈ ടൈം. എന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്തതിന് കുഴപ്പമില്ലല്ലോ. ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കൊല്ലാൻ വന്നാ പറയുന്നത്. പിന്നെ എന്തോ വലിച്ചു കയറ്റിട്ടോ. ആർദ്രക്കുട്ടി ആ വിളിക്കുന്ന ഒരു മയം കേട്ടു നീ. ആർദ്രക്കുട്ടി മയമില്ല, വേറെ എന്തൊക്കെയാണ്. 4 മണിയായല്ലോ, താനാണോ ഉറങ്ങാത്ത? 4 മണിയായാലും ഉറങ്ങിയില്ലെന്ന്. ഡ്യൂട്ടിയിലാണോ? ആ കേറിങ് ഒന്ന് കാണണേ. ഉറങ്ങാത്ത എന്താ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഇയാൾ എന്തിനാ എപ്പോഴും ഇമോഷണൽ ആണോ എന്ന് ചോദിക്കുന്നത്? ഞാൻ ഈ കഷ്ടം ഞാനും ആക്ച്വലി ആകെ കേട്ടിട്ടുള്ളൂ. ഇതും പിന്നെ മിച്ചറും ഇമോഷണലി പറയാത്ത എന്തടി? ഉറങ്ങാത്ത എന്തടി? ഓ സോറി. എന്ത് പറ്റിയടി? സത്യം പറയടി. ഇനി വെള്ളമടിച്ചൊക്കെ വീട്ടില് ഭയത്തല്ല. എനിക്ക് സത്യമായിട്ട് എക്സ്പോഷൻ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഇടാൻ ഭയങ്കര ഇങ്ങനെ പണ്ട് ഒത്തിച്ചു വെച്ചിരിക്കണം. എന്നിട്ട് അയാളുടെ കുടുംബക്കാര് മൊത്തം കാണും. ആണോ? ഒരു ചായ ഉണ്ടാക്കി കൊടുക്കങ്ങള്. ഇമോഷണലോ? അയാൾ ഇമോഷണലായിരിക്കും. എന്റെ ചെവിന്റെ ഉള്ളിൽ കയറിപ്പോയാണ്. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പൊ മുത്തായിട്ടല്ലപ്പ. കഴിച്ചാ മിച്ചർ വേണം. മിച്ചർ കിട്ടും.
കുട്ടി എന്ത് കഴിച്ചു? ബിരിയാണിയാണോ? മീൻകറി ഉണ്ടോ? മീൻ കിട്ടോടാ? മീൻ കിട്ടോ? മീൻ കിട്ടോ? ചാള കിട്ടോ? ചാള കിട്ടോ? ചാളക്കറിയാണോ? ചാളക്കറിയാണോ? പിന്നെ സുഖാണോടി? നെഞ്ചിരിക്കുക. കുറച്ച് മുള്ളോട്ട് പോട്ടെ. ഇയാളുടെ വേറെ കണ്ടന്റ് എന്താ? ഇയാളുടെ വലിയ വോയിസ് കേട്ട് ഞാൻ ആയി. ഇവിടെ ഭയങ്കര മഴയാടി. സൂപ്പർ മഴ. കോട്ടയം പത്തനംതിട്ട അവിടെയൊക്കെ പണ്ട് ഇയാളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാൻ ഞാൻ കണ്ടിട്ടില്ലേ കമന്റ് ബോക്സിലൊന്നും അവിടെ മഴയുണ്ടോ, ഇവിടെ ഭയങ്കര മഴയാണ്, ഇവിടെ താമസിയാണ്, ഇവിടെ ഇത് കരണ്ട് പോയി. നിന്റെ എന്താണ് പറയുന്നത്? അയ്യോ അല്ല, നമ്മള് ഇൻസ്റ്റാഗ്രാമില് നമ്മളൊരു റിപ്പോർട്ടർ. എടാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് നമുക്ക് കിട്ടുന്ന സാധനങ്ങള് നമ്മളൊരു പേര് പറയുമല്ലോ, എൻഗേജ്മെന്റ്. നിന്റെ എൻഗേജ്മെന്റിന് നീ കളയല്ലേ? എൻഗേജ്മെന്റ് ഞാൻ കളഞ്ഞത് നാട്ടുകാർ മൊത്തം വന്ന് ഇയാളാരെന്ന് ചോദിക്കുന്നത്. ആദ്യം ഞാൻ പുല്ല് എൻഗേജ്മെന്റിൽ 50 കമന്റ് വന്ന് എനിക്കൊന്നും നഷ്ടം നിർത്തും ഞാൻ ആദ്യം. പിന്നെ എന്റെ ഒരു വീഡിയോക്ക് 150 കമന്റ് ഉണ്ടെങ്കിൽ 175 ഇയാളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മൂട് പോയി. എന്തോ ക്രീപ്പിനെസ് പറഞ്ഞു. ഫുഡ് കഴിക്കില്ലേ, വാടി പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. ഗ്രീൻ ഫ്ലാഗ് തന്നെ. പക്ഷെ ഇതില് ക്രീപ്പി എടാ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വരുമായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. നീ ചായ കുടിക്കാറില്ലെന്ന് പറഞ്ഞു കൊടുക്ക്. കറങ്ങാനൊന്നും പോയില്ലേ? കറങ്ങാൻ പോയില്ലേ? ഒന്ന് കറങ്ങി കാണിച്ചു കൊടുക്കാലോ. അവിടെ പോയി എല്ലാം അറിയാം. കലപ്പ പുള്ളി UK വന്നാ കലപ്പ നിന്റെ ജീവിതം പോയി. കാരണം പുള്ളിക്ക് നീ ഇരിക്കുന്നതും നിൽക്കുന്നതും കറങ്ങുന്ന സ്ഥലം പുള്ളിക്ക് അറിയായിരിക്കും. ഇയാളുടെ പടം വെച്ച് ഞാൻ വീഡിയോ അത്ര ഇയാള് വീട്ടിൽ കുറിച്ചല്ലോ മേടിച്ചിട്ട് മാത്രമാണ്. നമ്മുടെ വീടിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അയാള് ഗൂഗിൾ ലെൻസ് വെച്ച് സ്കാൻ ചെയ്ത് വരും, പറയാൻ പറ്റില്ല. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ